അതെ സാറേ, നമസ്കാരം. ഇത് ഏതിനും പോത്തുകളാ? ഇത് മുറ നമ്മള് വാങ്ങിച്ചു ഒരു 6-7 മാസമായി. ഇതാണ് നമ്മുടെ പവർ ഹൗസ്. എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ള ചാണകം കംപ്ലീറ്റ് ആയിട്ട് ഈ 4 പോത്തിൽ നിന്ന് കിട്ടുന്നത്. ഇതിപ്പോ അങ്ങ് വളർത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിപ്പോ 6 മാസത്തിൽ കൂടുതലായിട്ടില്ല. ഈ ഒരു സീസൺ കഴിഞ്ഞാലേ ഇത് നല്ലൊരു വളർച്ചയിലേക്ക് വരുള്ളൂ. ഇതിന്റെ വളർച്ചയെ കുറിച്ച് പറയുമ്പോ എങ്ങനെയാ ഇത് വളർച്ച ഒരു 2 വർഷം വളർത്തി കഴിഞ്ഞാലേ നമുക്കൊരു 400-500 കിലോ നമ്മൾ പറയുന്ന ഒരു ഉദ്ദേശത്തിലേക്ക് നമുക്കൊരു കൊടുക്കാനായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു വളർച്ചയാകത്തുള്ളൂ. അല്ല, അപ്പൊ നമ്മളിത് വാങ്ങിക്കുമ്പോ എന്തുണ്ടാവും തൂക്കം? വാങ്ങുമ്പോ 100 തൊട്ട് 125 കിലോ നമ്മൾ തൂക്കിയാ വാങ്ങിക്കുന്നത്. ഓ ശരി. കൊടുത്താലും തിന്നോളും. നല്ല ഇണക്കമുള്ളതിനാണല്ലേ? നല്ല ഇണക്കമാണ്. എന്ത് കൊടുത്താലും ഇരുന്നോളും. നമ്മുടെ ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ ഇതിന്റെ കരിമ്പിന്റെ വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ പുല്ലിന്റെ വേസ്റ്റ്, വാഴ പിണ്ടി, ഇങ്ങനത്തെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും തിന്നോളൂ. അതാണ് ബാക്കിയുള്ള കന്ന്. പിന്നെ ഈ ഇതായതുകൊണ്ട് കുറച്ച് എന്നും ഒന്ന് കുളിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് അസുഖങ്ങൾ വളരെ കുറവാണ് പോത്ത്. ബാക്കിയുള്ള കന്നുകാലികളുടെ പോലെ ചർമ്മമുഴ അങ്ങനെ യാതൊരു അസുഖം ഇതിനങ്ങനെ ബാധിച്ച് കണ്ടിട്ടില്ല. അങ്ങ് എവിടെന്നാ ഇത് വാങ്ങിച്ചത്? ഞാൻ കാഞ്ഞിരപ്പള്ളി നമ്മുടെ ചേർപ്പങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവര് നല്ല ഇനം മുറ പോത്തുകളൊക്കെ വിൽക്കാം. ഇതിന്റെ കൊമ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കൊമ്പുകളൊക്കെ വലിയ കൊമ്പുകളാവോ? ഇല്ല, ഇതാ ഇങ്ങനെ വളഞ്ഞ ഒരു ഷേപ്പിലേ വരുള്ളൂ. കൊമ്പിന്റെ ഇത് കണ്ടാലേ അതിന്റെ പ്രായം നിശ്ചയിക്കാൻ പറ്റുന്നത്. അത് ശരി. അത് നല്ല ലക്ഷണം നോക്കി എടുക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. വളരുന്ന പോത്തിനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മുറ ഇതൊന്ന് നോർത്തേൺ ഷേപ്പിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പൊ അത് നല്ലപോലെ എടുക്കാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പോത്തുകളെ അവിടെ കിട്ടും. എന്തായാലും മുറ പോത്തിനെ വളർത്തിയ പങ്ക് പറഞ്ഞ പോലെ പശുവിന്റെ ചാണകത്തിനേക്കാളും കുറച്ചുകൂടെ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങയുടെ കാർഷിക ആവശ്യങ്ങൾക്ക് മൊത്തമുള്ള ചാണകം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കംപ്ലീറ്റ് ആയിട്ട്. ഇത് മിക്കവാറും നമ്മളിപ്പോ കമ്പോസ്റ്റ് ആക്കിയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് പച്ചച്ചാണകം മാത്രമേ കലക്കി തളിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കംപ്ലീറ്റ് ആയിട്ട് കമ്പോസ്റ്റ് ആക്കുക ചെയ്യുന്നത്.